നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്രയിലെ അമിതാവേശത്തിനെതിരെ വിമർശനവുമായി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പിനുള്ള ആവേശമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ച തരത്തിലുള്ള ദോഷകരമായ അമിതാവേശമാണ് പുതുയുഗയാത്രയിൽ പ്രകടിപ്പിക്കുന്നതെന്നും സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും കെ മുരളീധരൻ. പുന്നയൂർകുളത്ത് കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ 2ാമത് സ്മാരക പുരസ്കാരം തേറമ്പിൽ രാമകൃഷ്ണന് സമ്മാനിച്ചു. കുന്നംകുളം നഗരസഭയിൽ കോൺഗ്രസിനുള്ളിലെ തർക്കം വഴിത്തിരിവിൽ. ഒരു വിഭാഗം കൌൺസിലർമാർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഡിസിസി നേതൃത്വം. തലപ്പിള്ളി താലൂക്കിലെ മുണ്ടകൻ പാടങ്ങളിൽ മികച്ച വിളവ് ലഭിച്ചെങ്കിലും കർഷകർ ആശങ്കയിൽ. ഏക്കറിന് 2 ടൺ നെല്ല് സംഭരിക്കാനേ കഴിയൂ എന്ന് കൃഷിവകുപ്പും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും തീരുമാനിച്ചതാണ് കർഷകർക്ക് പ്രതിസന്ധിയായത്. പുസ്തക സമാഹരണത്തോടെ പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിൽ അക്ഷരോന്നതി പദ്ധതിക്ക് തുടക്കം. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്ന ഐക്യത്തിന്റെ അന്തരീക്ഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തണമെങ്കിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്ന് കെ മുരളീധരൻ. പുന്നയൂർകുളത്ത് ലീഡർ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2ാമത് പുരസ്കാര സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. പുതുയുഗയാത്രയിൽ തെരഞ്ഞെടുപ്പിനുള്ള ആവേശം അല്ല, മറിച്ച് തിരഞ്ഞെടുപ്പിൽ ജയിച്ച തരത്തിലുള്ള ആവേശമാണ് പ്രകടിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള അമിത ആത്മവിശ്വാസം ദോഷം ചെയ്യുമെന്നും സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. നമ്മളിങ്ങനെ 100ന്റെ കണക്ക് പറഞ്ഞിരുന്നാൽ പോരാ, നന്നായി പ്രവർത്തിക്കണം, ഒരേ മനസ്സോടെ നീങ്ങണം. ഈ സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് ദോഷം തന്നെയാണ്. തല്ലലും മോശമാണ്, തള്ളലും മോശമാണ്. അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിലും എന്താ പറയണ്ടത്, ദേഷ്യത്തിൻ്റെ ഭാഷയിലാണ്, രൗദ്രത്തിൻ്റെ ഭാഷയിലാണെങ്കിലും ആ തള്ളലൊന്നും ഇലക്ഷൻ ജയിക്കാൻ സഹായകരമല്ല. ആ തള്ളുന്ന നേരം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് നമുക്ക് കിട്ടും. ഞാൻ അത്രേ പറയുന്നു. ഈ ക്യാമറയിൽ ചിത്രം വരാനും ടി വിയിൽ ഇങ്ങനെ തല എത്തിയിട്ട് നോക്കും, ഇതൊക്കെ അവനവൻ വിചാരിക്കുന്നത് അറിയോ, നാട്ടുകാരൊക്കെ കാണുന്ന. പക്ഷെ നാട്ടുകാരെന്താ വിചാരിക്കുക എന്നുള്ള മാത്രം മനസ്സിൽ കാണുന്നില്ല. ഇയാൾ സ്ഥിരം ഒരു കുറ്റീനെ പുറയിൽ കാണുന്നുണ്ടല്ലോ എന്നാണ് ഇത് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവർ സാധാരണ പറയുക. ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കറും ദീർഘകാലം തൃശൂർ എംഎൽഎയും ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തേറമ്പിൽ രാമകൃഷ്ണന് പുരസ്കാരം സമർപ്പിച്ചു. ട്രസ്റ്റ് ചെയർമാൻ പി ഗോപാലന്റെ അധ്യക്ഷതയിൽ കെപിസിസി സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻ കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ തളികശ്ശേരി, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുപ്രവർത്തകരായ സുനിൽ ചെറായിയെയും സക്കറിയ കുന്നച്ചൻ വീട്ടിലിനെയും ചടങ്ങിൽ ആദരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷിബു, പുന്നയൂർകുളം വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു. ട്രസ്റ്റ് മെമ്പറും DCC സെക്രട്ടറിയുമായ AM അലാവുദ്ദീൻ സ്വാഗതവും ട്രസ്റ്റ് സെക്രട്ടറി സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആധുനിക രീതിയിലുള്ള ആംബുലൻസ് വാങ്ങുന്നതിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പൊതുരംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്നവർക്കായി നൽകിവരുന്ന ലീഡർ കെ കരുണാകരൻ സ്മാരക പ്രഥമ പുരസ്കാരം 2025 TV ചന്ദ്രമോഹന് രമേശ് ചെന്നിത്തലയാണ് വിതരണം ചെയ്തത്. 25,000 രൂപയും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന തള്ളിക്കൊണ്ടുള്ള SIT റിപ്പോർട്ടിനെതിരെ രൂക്ഷ പ്രതികരണവുമായി കെ മുരളീധരൻ. റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണ്, ഒരു വരി പോലും അംഗീകരിക്കില്ല. ശരിക്കുമുള്ള സംഭവങ്ങൾ ലൈവായി കേരളവും ഇന്ത്യയും മുഴുവൻ കണ്ട കാഴ്ചയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ പൂരം കലക്കുന്നതിന്റെ കാഴ്ചകൾ എല്ലാ ചാനലുകളിലും ലൈവായി കാണിച്ചതാണ്. ഇതിനെയെല്ലാം മറച്ചുവെച്ച് അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയ തിരക്കഥയാണ് റിപ്പോർട്ടെന്നും ആ തിരക്കഥയുടെ സംവിധായകൻ അജിത് കുമാറാണെന്നും മുരളീധരൻ പറഞ്ഞു. ഈ റിപ്പോർട്ട് VS സുനിൽകുമാറും CPIയും അംഗീകരിക്കുമോ? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൂരം കലക്കിയത് പോലീസുകാരല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വ്യാജ റിപ്പോർട്ടാണിത്. ഇത്രയും നഗ്നമായ ഒരു സത്യത്തിനെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഇത്രയും മോശമായ റിപ്പോർട്ട് ഉണ്ടാക്കിയവരേക്കാൾ വഷളന്മാർ വേറെയില്ല.
പൂരം കലക്കിയത് അജിത് കുമാറും പോലീസും തന്നെയാണ്. അതിന്റെ കൂടെ ആരൊക്കെ നിന്നുവെന്ന് മാത്രമേ നോക്കേണ്ടൂ. അതുകൊണ്ടാണ് CBI അന്വേഷിക്കണമെന്നും കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്നും തങ്ങൾ ആദ്യമേ പറഞ്ഞതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇതിനെല്ലാം മറച്ചു വെച്ച് അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയ തിരക്കഥ. ആ തിരക്കഥയുടെ സംവിധായകൻ അജിത് കുമാർ, പിണറായിയുടെ തിരക്കഥ അജിത് കുമാറിന്റെ സംവിധായകൻ. ഞാൻ ചോദിക്കുന്ന ഈ റിപ്പോർട്ട് സുനിൽകുമാർ അംഗീകരിക്കും, CBI അംഗീകരിക്കും. സത്യം മറച്ചു വെക്കാണ്ട് പുറമണയാണ് റിപ്പോർട്ട്. ഇതിന്റെ ഒരു വരി പോലും ഞങ്ങൾ അംഗീകരിക്കും. പോലീസുകാരെല്ലാം തെളിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വ്യാജ റിപ്പോർട്ടാണ്. അവിടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തന്നെ സത്യം അറിയാം. കളിക്കാൻ ഞങ്ങൾ ബന്ധമില്ല. അതുപോലെ തന്നെയാണ്, അതുപോലെ കുറ്റമാണ് ഈ കളർ റിപ്പോർട്ട് ഉണ്ടാക്കിയ പൂരം കലക്കിയ അജിത്കുമാർ പോലീസും തന്നെയാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞതല്ലേ, കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല ഞങ്ങൾ പറഞ്ഞല്ലോ. ഇത് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ്. ഇതുണ്ടാക്കിയവരാണ് ഏറ്റവും കൂടുതൽ ആ പൂരം കലക്കിയതിനെ കുറ്റം ചെയ്ത് അവരെ സംരക്ഷിക്കുന്ന ഈ SIT സംഘം. കുന്നംകുളം നഗരസഭയിൽ കോൺഗ്രസിനുള്ളിലെ തർക്കം വഴിത്തിരിവിൽ. ഒരു വിഭാഗം കൌൺസിലർമാർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി DCC നേതൃത്വം. നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാർക്കിടയിലെ ആഭ്യന്തര തർക്കം അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങുന്നു. ഭിന്നതകൾ പരിഹരിക്കാൻ DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത നിർണായക യോഗം ഒരു വിഭാഗം കൌൺസിലർമാർ ബഹിഷ്കരിച്ചിരുന്നു. ഇതോടെയാണ് പാർട്ടി കർശന നിലപാടിലേക്ക് നീങ്ങുന്നത്. ഷാജി അലിക്കൽ, മിനി മോൺസി, റോഷിദ് ഓടാട്ട്, KP മിനി, അനീന ഷിബു, ജിഷ ബേബി എന്നീ 6 കൌൺസിലർമാരാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. നഗരസഭയിലെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് DCC ഓഫീസിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നത്. എന്നാൽ ജില്ലാ നേതൃത്വം നൽകിയ നിർദ്ദേശങ്ങൾ അവഗണിച്ച് യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന കൌൺസിലർമാരുടെ നടപടിയിൽ യോഗം കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ഇവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനും വിശദീകരണം ചോദിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായതായാണ് വിവരം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറിമാരായ KC ബാബു, ബിജോയ് ബാബു, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മണ്ഡലം പ്രസിഡന്റുമാരായ PI തോമസ്, അബ്ദുൾ ഹമീദ് എന്നിവരും കൌൺസിലർമാരായ ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, സോണി ഷാജി, ബീന ബാബു എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭയിലെ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DCC നൽകിയ വിപ്പ് സ്വീകരിക്കാൻ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന 6 കൌൺസിലർമാരും തയ്യാറായിരുന്നില്ല. മണ്ഡലം പ്രസിഡന്റുമാരായ PI തോമസ്, അബ്ദുൾ ഹമീദ് എന്നിവർ വിപ്പുമായി കൌൺസിലർ മിനി മോൺസിയുടെ വീട്ടിലെത്തിയെങ്കിലും അത് സ്വീകരിക്കാതെ മടക്കി അയക്കുകയാണുണ്ടായത്. കൂടാതെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് തള്ളി ഷാജി ആലിക്കലിനെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കി നഗരസഭാ ചെയർപേഴ്സണ് കത്ത് നൽകിയ നടപടിയും ഗൌരവമായാണ് നേതൃത്വം കാണുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിനുവേണ്ടി DCC നേതൃത്വം നടത്തുന്ന ശ്രമങ്ങളോട് സഹകരിക്കാത്ത കൌൺസിലർമാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. 2015 സമാനമായ സ്ഥിതിയിൽ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ CPIM-നെ സഹായിക്കാനുള്ള നീക്കമാണോ ഷാജി ആലിക്കലിന്റെ ഭാഗത്തുനിന്ന് ഉള്ളതെന്ന് നേതൃത്വം സംശയിക്കുന്നുണ്ട്. കുന്നംകുളം ചെറുവത്താനിയിൽ 15 ലിറ്റർ മദ്യവുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പുനേർകുളം കടിക്കാട് സ്വദേശി വെള്ളാട്ടിൽ അനീഷിനെയാണ് കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് 30 കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന 15 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തത്. കുന്നംകുളം ചെറുവത്താനി കുറുങ്കുട്ടി പാടത്ത് വൻ തീപിടുത്തം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പാടത്തെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത്. കഠിനമായ വെയിലും കാറ്റും കാരണം തീ അതിവേഗം പടരുകയായിരുന്നു. ആളിപ്പടരുന്നത് കണ്ട നാട്ടുകാർ ഉടൻ തന്നെ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. എന്നാൽ പാടശേഖരത്തേക്ക് ഫയർഫോഴ്സ് വാഹനത്തിന് എത്തിപ്പെടാൻ സൌകര്യം കുറവായതിനാൽ തുടക്കത്തിൽ പ്രതിസന്ധിയുണ്ടാക്കി. തുടർന്ന് കതിരൻ വാട്ടർ സപ്ലൈയുടെ ലോറികളിൽ വെള്ളമെത്തിച്ചാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയത്. നഗരസഭാ കൌൺസിലർമാരായ ദിലീപ് പുളിക്കൽ, അദിൻ മൂത്താട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സംയുക്തമായി നടത്തിയ പരിശ്രമത്തിനൊടുവിൽ വലിയ അപകടം ഒഴിവാക്കാനായി. തീ പൂർണ്ണമായും അണച്ചതോടെ സമീപത്തെ ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും പടരുന്നത് തടയാനായി. വേനൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ പാടശേഖരങ്ങളിലും പറമ്പുകളിലും തീ പടരാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
തലപ്പിള്ളി താലൂക്കിലെ മുണ്ടകൻ പാടങ്ങളിൽ മികച്ച വിളവ് ലഭിച്ചെങ്കിലും കർഷകർ ആശങ്കയിൽ. ഏക്കറിന് 2 ടൺ നെല്ല് സംഭരിക്കാൻ കഴിയൂ എന്ന് കൃഷിവകുപ്പും സിവിൽ സപ്ലൈ കോർപ്പറേഷനും തീരുമാനിച്ചതാണ് കർഷകർക്ക് പ്രതിസന്ധിയായത്. കോൾപ്പാടങ്ങളിൽ 4 ടൺ വരെ നെല്ല് സംഭരിക്കുമ്പോഴാണ് മറ്റു പാടശേഖരങ്ങളോടുള്ള വിവേചനമെന്ന് കർഷകർ പറയുന്നു. അടിയന്തരമായി സർക്കാർ വിഷയത്തിൽ ഇടപെട്ട് കർഷകർ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ കൃഷിവകുപ്പ് മന്ത്രിക്കും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്കും പരാതി നൽകി. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ നെല്ല് മുഴുവൻ ജില്ലാ കൃഷി ഓഫീസിൽ കൊണ്ടുവന്നിട്ട് പ്രതിഷേധിക്കുമെന്നും കെ അജിത് കുമാർ അറിയിച്ചു. ഇപ്പോൾ കർഷകർ നേരിട്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിസന്ധി, കൃഷിഭവനും സിവിൽ സപ്ലൈസും ഏക്കറിന് 2 ടൺ വരെയാണ് സംഭരിക്കാൻ സർക്കാർ അനുമതിയുള്ളൂ എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. വലിയ ഉൽപ്പാദനം വന്നപ്പോൾ പലർക്കും 1 ടണ്ണ് മുതൽ 2 ടൺ വരെ ഒരു ഏക്കറിന് കയ്യിൽ സ്റ്റോക്കാണ്. ഇതെടുക്കാൻ കൃഷി വകുപ്പും സിവിൽ സപ്ലൈസും ഇതുവരെ തയ്യാറായിട്ടില്ല. സർക്കാർ ഈ കാര്യത്തിൽ അനുഭാവപൂർവ്വം ഇടപെടണം. കർഷകർക്ക് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. അതല്ലെങ്കിൽ മുഴുവൻ കർഷകരെയും ചേർത്ത് ഈ നെല്ല് മുഴുവൻ ജില്ലാ കൃഷി ഓഫീസിൽ കൊണ്ടുപോയി സംഭാവന ചെയ്യേണ്ടതായിട്ട് വരും. ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലും യൂട്യൂബിലും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകളും തിരുനടയിൽ പറചൊരിയലും നടന്നു. ഉച്ചതിരിഞ്ഞ് 3-ന് ക്ഷേത്രത്തിൻ്റെയും തെക്ക് വടക്ക് കമ്മിറ്റികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ വാദ്യമേളങ്ങളുടെയും 3 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. വൈകിട്ട് 5:30 മുതൽ ദേശപൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്കെത്തി. 7 മണിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 20ഓളം ഗജവീരന്മാർ അണിനിരന്നു. ശേഷം കാളി, കരിങ്കാളി, കാവടി, തെയ്യം തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്കെത്തി. രാത്രിപൂരത്തിനുശേഷം പൊങ്ങിലടി, തിരിയൊഴിച്ചിൽ, ഗുരുതി എന്നിവ നടക്കും. കൂറവലിയോടെ ഉത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രനടയടയ്ക്കും. ഭാരവാഹികളായ രാധാകൃഷ്ണൻ പൊറ്റയിൽ, കൃഷ്ണേന്ദ്ര സുന്ദർ, ദയാനന്ദൻ തറയിൽ, പ്രേമൻ തലപ്പുള്ളി, ഷാജി അതിരിങ്ങൽ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പുസ്തക സമാഹരണത്തോടെ പുന്നേർകുളം ഗ്രാമപഞ്ചായത്തിൽ അക്ഷരോന്നതി പദ്ധതിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ വിജ്ഞാനവാടികളിലേക്കും സാമൂഹ്യ പഠന മുറികളിലേക്കുമുള്ള സർക്കാരിന്റെ പുസ്തക സമാഹരണ പദ്ധതിയാണ് അക്ഷരോന്നതി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ആദ്യ പുസ്തകം കൈമാറിക്കൊണ്ട് അക്ഷരോന്നതി പഞ്ചായത്ത് തല പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കമലാസുരയ്യ സ്മാരക കേന്ദ്രത്തിലെ നിർമ്മാതളത്തിന്റെ ചുവട്ടിൽ ചേർന്ന അക്ഷരോന്നതി സംഗമത്തിൽ പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ അധ്യക്ഷനായി. ചെറുകഥാകൃത്ത് റഫീഖ് പട്ടേരി, കവയത്രി ഷീബ ദിനേശ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KH ആബിദ്, KP ധർമ്മൻ, CC ജയന്തി, സംഘാടക സമിതി കൺവീനർ AK സതീഷ് കുമാർ, ചെയർമാൻ ഉമ്മർ അറക്കൽ, RGSA ബ്ലോക്ക് കോർഡിനേറ്റർ R ശാന്തികൃഷ്ണ, അക്ഷരോന്നതി പഞ്ചായത്ത് കോർഡിനേറ്റർ ബിജോയ് പെരുമാട്ടിൽ, അബ്ദുൾ പുന്നേർകുളം, ഷബീർ അണ്ടത്തോട് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ സാഹിത്യ ശില്പശാലയ്ക്ക് KC ശിവദാസ് നേതൃത്വം നൽകി. സാഹിത്യകാരന്മാർ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, വിവിധ ലൈബ്രറി സമിതികൾ തുടങ്ങിയവർ അക്ഷരോന്നതിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ഭാഗമായി ഗുരുവായൂരിൽ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു. ഫെബ്രുവരി 18-ന് ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി സംഘടിപ്പിച്ച സംഗമം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ CH റഷീദ് അധ്യക്ഷത വഹിച്ചു. RV അബ്ദുൾ റഹീം, KV ഷാനവാസ്, അരവിന്ദൻ പല്ലത്ത്, VK ഫസലുൽ അലി, RP ബഷീർ, ഉമ്മർ മുഖണ്ടത്ത്, KK ഹംസക്കുട്ടി എന്നിവർ സംസാരിച്ചു. വൈദ്യനായിരുന്ന പിതാവിന്റെ ആഗ്രഹം സാക്ഷാത്കരിച്ച വൈദികനായ മകൻ. ടൗണിൽ ചേറ്റുവ റോഡിൽ 6 കോടിയോളം രൂപ വില വരുന്ന വീടും 17 സെന്റ് സ്ഥലവും ആതുര സേവനത്തിന് സൗജന്യമായി നൽകി തൃശൂർ അതിരൂപതയിലെ വൈദികൻ ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് മാതൃകയായി. കോടികൾ വിലയുള്ള സ്ഥലം ഇനി MCBS സഭയുടെ UK പാലിയേറ്റീവ് കെയർ എന്ന സ്ഥാപനത്തിന് സ്വന്തം. പിതാവ് ജോൺ മുട്ടത്തിന്റെ ആഗ്രഹമാണ് മകൻ സാക്ഷാത്കരിച്ചത്. അശരണരായ രോഗികൾക്ക് സേവനവും പരിചരണവും നൽകാൻ വീടും സ്ഥലവും നൽകണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹം.
ഫാർമസിസ്റ്റായിരുന്ന ജോൺ മുട്ടത്തിന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈന്യത്തിലെ സർജിക്കൽ സെക്ഷനിലായിരുന്നു ജോലി. തിരിച്ചെത്തിയ ശേഷം ചാവക്കാട് ടൗണിൽ ക്ലിനിക്ക് തുറന്നു. ഡോക്ടർമാർ വിരളമായ ആ കാലഘട്ടത്തിൽ സൈക്കിളിൽ സഞ്ചരിച്ചായിരുന്നു ജോൺ വൈദ്യരുടെ ചികിത്സ. വൈദ്യരുടെ ക്ലിനിക്കിലെ സഹായിയായിരുന്നു ഫ്രാൻസിസ്. ഡോക്ടർ ആകണമെന്ന് പിതാവ് ആഗ്രഹിച്ചെങ്കിലും മകന്റെ ഇഷ്ടം വൈദികനാകാനായിരുന്നു. ആ തീരുമാനത്തെ അദ്ദേഹം എതിർത്തതുമില്ല. 14 വർഷം മുൻപ് വീടും സ്ഥലവും മകന്റെ പേരിൽ എഴുതുമ്പോൾ താൻ ചെയ്ത സേവന വഴിയിൽ ആർക്കെങ്കിലും ഇത് നൽകണമെന്നാണ് ജോൺ വൈദ്യർ മകനോട് പറഞ്ഞത്. 2022 ഫെബ്രുവരിയിൽ 102 വയസ്സിൽ ജോൺ വൈദ്യർ മരിച്ചു. നിലവിൽ നെടുപുഴ ഇടവക വികാരിയാണ് ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത്. ജോൺ വൈദ്യർ സ്മാരക MCBS UK അസിസി ഭവൻ എന്ന സ്ഥാപനത്തിന്റെ ആശീർവാദവും ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ഫാദർ അഗസ്റ്റിൻ പായിക്കാട്ട് അധ്യക്ഷനായി. മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കിൽ, മോൺസിഞ്ഞോർ ജോസ് കൂനിക്കര, ഫാദർ ഡേവിഡ് കണ്ണമ്പുഴ, സിസ്റ്റർ ഫ്രാൻസി, സിസ്റ്റർ മേഴ്സിറ്റ, PI ലാസർ മാസ്റ്റർ, ഫാദർ മാത്യു തുണ്ടത്തിൽ, ഫാദർ സൈമൺ ചിറമേൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. പുനേർകുളം അണ്ടത്തോട് കെട്ടുങ്ങലിൽ പുനർനിർമ്മിച്ച മസ്ജിദ് നൂറിന്റെ ഉദ്ഘാടനവും മതവിജ്ഞാന വിരുന്നും നടത്തി. മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് മുനവറിൽ ശിഹാബ് തങ്ങൾ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മർഹൂം KM മുഹമ്മദ് മുസ്ലിയാർ നഗറിൽ നടത്തിയ മതസൗഹാർദ്ദ സദസ്സിൽ അണ്ടത്തോട് ഇമാം BM മുഹമ്മദ് അഷ്റഫി അധ്യക്ഷത വഹിച്ചു. മുനീർ ഹുദവി വിളയിൽ, സ്വാമി ആത്മദാസ് യമി എന്നിവർ പ്രഭാഷണം നടത്തി. പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ തളികശ്ശേരി, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KH ആബിദ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. മസ്ജിദ് നൂർ ഇമാം സലാം സഖാഫി സ്വാഗതവും റാഫി കൊട്ടരപ്പാട്ട് നന്ദിയും പറഞ്ഞു. സമാപന ദുആ സമ്മേളനത്തിന് സയ്യിദ് അൽഫാളിലി ജിഫ്രി വടക്കൂട്ട് നേതൃത്വം നൽകി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളിൽ വൈകിട്ട് സ്ത്രീകൾക്ക് മസ്ജിദ് സന്ദർശിക്കുവാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. ഭാരവാഹികളായ സക്കറിയ വെളുത്തേടത്ത്, നിഷാദ് കൊട്ടരംപാട്ടയിൽ, ഷറഫു വെളുത്തേടത്ത്, സാദിഖ് കൊട്ടരംപാട്ടയിൽ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 13 റേഡിയോ ദിനം. കാലം മാറിയതനുസരിച്ച് റേഡിയോ അപ്രത്യക്ഷമായെങ്കിലും മാറ്റമില്ലാതെ റേഡിയോ കൈവിടാതെ നെഞ്ചിലേറ്റി നടക്കുകയാണ് തിരുവത്ര കുഞ്ചേരി സ്വദേശി ആചാര്യ തിരുവത്ര എന്ന മോഹൻദാസ്. പരിചയപ്പെടാം ഒരു റേഡിയോ സ്നേഹിയെ. ഹാരിസ് ചാവക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ. സ്മാർട്ട് ഫോണുകളുടെ വിപ്ലവവും സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരവും ആചാര്യ തിരുവത്രയ്ക്ക് റേഡിയോയോടുള്ള ഭ്രമം ഒട്ടും കുറച്ചില്ല. 13 വയസ്സിൽ തുടങ്ങിയതാണ് റേഡിയോ നിലയങ്ങളിലേക്ക് കത്തുകൾ അയക്കുവാൻ. ഇപ്പോൾ 50 വർഷം പിന്നിട്ടു. റേഡിയോ പംക്തികളായ നിങ്ങളുടെ കത്തുകളിലും എഴുത്തുപെട്ടിയിലും ഇദ്ദേഹത്തിന്റെ പേര് നിരന്തരം കേൾക്കാം. ഇത്രയും വർഷം കൊണ്ട് ആചാര്യ തിരുവത്ര ആകാശവാണിയിലേക്ക് അയച്ച കത്തുകളുടെ എണ്ണം കേട്ടാൽ ആരായാലും ഒന്ന് അതിശയിച്ചു പോകും. കാരണം 40,000 കത്തുകൾ കഴിഞ്ഞു. ഉച്ചപ്പാട്ടിന്റെ ഈ തിങ്കൾ പതിപ്പിലെ അതിഥി ആചാര്യ തിരുവത്ര സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ച ആനുകാലികങ്ങളിൽ ചിലതിന്റെ പേരാണ് പാട്ടിനു മുന്നേ കൂട്ടുകാരി പറഞ്ഞു നിർത്തിയത്. ചെമ്പരത്തി, മനോരാജ്യം, സഖി, പശ്ചിമതാരക, കുമാരി, സായാഹ്ന കൈരളി തുടങ്ങിയ പത്രമാസികകളിലും ആചാര്യ തിരുവത്ര എഴുതാറുണ്ട്. 50 വർഷത്തോളമായി ആകാശവാണിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നു. ആകാശവാണിയുടെ തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ, ദേവികുളം, കൊച്ചി നിലയങ്ങളുമായി നല്ല ബന്ധമാണ് മോഹൻദാസിനുള്ളത്. ആകാശവാണി നിലയങ്ങളുടെ എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കുന്ന ഇദ്ദേഹത്തിന് റേഡിയോ കൂടാതെയുള്ള സമയം വളരെ അപൂർവമാണ്. പല പരിപാടികളിലും സ്റ്റുഡിയോയിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഈ 63-കാരൻ. എൻ്റെ റേഡിയോ ഭ്രമം കണ്ട് എൻ്റെ മാതാപിതാക്കൾ അന്ന് എനിക്കൊരു റേഡിയോ വാങ്ങിച്ചു തന്നു, മർഫി റേഡിയോ. അന്ന് മുതൽ ഞാൻ റേഡിയോയുടെ ആരാധകനാണ്. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഞാൻ ആകാശവാണി പരിപാടികൾ കേൾക്കുകയും അതുപോലെ തന്നെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇന്നും ആകാശവാണി എൻ്റെ ഹൃദയത്തിലാണ്. സന്തത സഹചാരിയായി ഒരു പോക്കറ്റ് റേഡിയോ കരുതുന്നത് മോഹൻദാസിന് ഒരു ശീലമാണ്. ജോലിയുടെ ഇടവേളകളിൽ പോലും റേഡിയോ കേൾക്കാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒരു പോക്കറ്റ് റേഡിയോ എൻ്റെ കയ്യിലുണ്ടാവും. ആ പോക്കറ്റ് റേഡിയോയിലെ പരിപാടികൾ കേട്ട് ഞാൻ ഒരിക്കലും പരിപാടി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പരിപാടികൾ കേട്ട് എല്ലാ ദിവസവും ഞാൻ റേഡിയോയിലേക്ക് അയക്കാറുണ്ട്. ഓരോ ദിവസത്തെയും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ എഴുതും.
കഥാകൃത്ത്, കവി, ഗായകൻ, നടൻ, നിരൂപകൻ എന്നീ നിലകളിലും മോഹൻദാസ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ആചാരി തിരുവത്ര. ചാവക്കാട് തിരുവത്ര കുഞ്ചേരിയിൽ ഉഷനന്ദിനിയാണ് ഭാര്യ. മകൾ അർച്ചനാദാസ് ഹോമിയോ ഡോക്ടറാണ്. ഗുരുവായൂർ ദേവസ്വം മേൽപ്പത്തൂർ സ്മാരക ആയുർവേദ ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആയുർവേദ സെമിനാർ നടത്തി. നാരായണീയം ഹാളിൽ നടന്ന സെമിനാർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് പ്രൊഫസർ ഡോക്ടർ സുബിൻ വൈദ്യമഠം, ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മുത്തുലക്ഷ്മി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അഷ്ടാംഗം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആലത്തിയൂർ നാരായണൻ നമ്പി മോഡറേറ്ററായി. ദേവസ്വം പ്രസിദ്ധീകരണ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ കെ ജി സുരേഷ് കുമാർ, ദേവസ്വം വേദ സംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആയുർവേദ കോളേജിലെ 50-ലേറെ വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കെല്ലാം ദേവസ്വം സർട്ടിഫിക്കറ്റുകളും നൽകി. 22 വർഷത്തിലധികം കടിക്കാട് സ്കൂളിൽ കായിക അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന നാസർ ഹുസൈൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ കബഡി സൌഹൃദ മത്സരം നടത്തി. കടിക്കാട് വെൽഫെയർ കമ്മിറ്റി, നാട്ടുകൂട്ടം, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പുന്നൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയന്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ ഷിമോദ് കാട്ടിച്ചേരി, കെ പി ധർമ്മൻ, മിനി ടീച്ചർ, ആലത്തൈൽ മൂസ, ഫക്രുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കബഡി സൌഹൃദ മത്സരത്തിൽ MI ഗേൾസ് പൊന്നാനിയും കടിക്കാട് കബഡി അക്കാദമി ടീമും കളത്തിലിറങ്ങി. 34 പോയിന്റ് നേടി MI ഗേൾസ് പൊന്നാനി വിജയിച്ചു. ചേർത്തലയിൽ നിന്നും എത്തി കടിക്കാടിനെ സ്വന്തം നാടായി സ്വീകരിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച നാസർ ഹുസൈൻ മാസ്റ്റർ സ്കൂളിന് കബഡി ഉൾപ്പെടെ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് ഗോൾഡ് മെഡൽ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട്. കബഡി മത്സരശേഷം 7 മണിക്ക് കോഴിക്കോട് സൃഷ്ടിയുടെ നേർക്കുനേർ എന്ന നാടകവും ഉണ്ടായിരുന്നു. 13-ന് വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന യാത്രയപ്പ് സമ്മേളനം മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി അധ്യക്ഷത വഹിക്കും. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജംഷീറ, ബ്ലോക്ക് മെമ്പർ V അപ്പു മാസ്റ്റർ, പുന്നൂർക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ് തുടങ്ങി വാർഡ് മെമ്പർമാരും പൊതുപ്രവർത്തകരും പങ്കെടുക്കും. ചടങ്ങിൽ കബഡി സംസ്ഥാന ഗോൾഡ് മെഡൽ ജേതാവ് ദിയ ഫാത്തിമയെയും സിൽവർ മെഡൽ ജേതാവ് കൃഷ്ണപ്രിയയെയും അനുമോദിക്കും. തുടർന്ന് 6 മണിക്ക് വോയിസ് ഓഫ് ചേഞ്ച് അണ്ടത്തോട് ഗസൽ മഹ്ഫിലും അരങ്ങേറും. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പട്ടിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പട്ടിക്കര സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ മത്സരവേദിയിൽ ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഇർഫാൻ അധ്യക്ഷനായി. കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് റോഷൻ, അജ്മൽ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ടൂർണമെന്റിൽ നൌഷാദ് ആൻഡ് അറാഫത്ത് എന്നിവരടങ്ങിയ ടീം 1-ാം സ്ഥാനവും റസൽ റൌഫ് ആൻഡ് അൻവർ എന്നിവരടങ്ങിയ ടീം 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. സംഗീതാസ്വാദകരുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന പാട്ടിന്റെ രചയിതാവിന് ഗാനപ്രിയരുടെ സഹായഹസ്തം. പല്ലവി എന്ന സിനിമയിലെ ദേവീക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ എന്ന ഗാനമെഴുതിയ പരുത്തുള്ളി രവീന്ദ്രനെ തേടിയാണ് കണ്ടാണശ്ശേരി മ്യൂസിക് ആർട്സ് സെന്ററിന്റെ ഭാരവാഹികൾ കൊണ്ടോട്ടിയിലെ വസതിയിലെത്തിയത്. ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിച്ചു നിൽക്കും ദേവികേ നീയൊരു കവിത ത്രിസന്ധ്യ എഴുതിയ കവിത. കണ്ണൂർ രാജൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് KJ യേശുദാസാണ്. പല്ലവി എന്ന സിനിമയ്ക്കു വേണ്ടി കിനാവിന്റെ കടവിൽ ഇളനീര് എന്ന ഗാനവും പരുത്തുള്ളി രവീന്ദ്രൻ രചിച്ചിരുന്നു. ഈ ഗാനങ്ങൾ പിറവിയെടുത്ത് 50-ാം വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് കണ്ടാണിശ്ശേരിയിലെ മാക് പ്രവർത്തകർ രാമനാട്ടുകര കൊണ്ടോട്ടി റോഡിൽ കൈതക്കുണ്ടിലെ വാടക വീട്ടിൽ കഴിയുന്ന പരുത്തുള്ളി രവീന്ദ്രനെ കാണാനും ചികിത്സാ സഹായം കൈമാറാനുമായി വസതിയിലെത്തിയത്. 30,000 രൂപയുടെ ചികിത്സാ സഹായം മ്യൂസിക് ആർട്സ് സെന്റർ ഭാരവാഹികൾ കൈമാറി. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംഗീതാസ്വാദകനുമായ KV അബ്ദുൽ ഖാദർ, VS ജവഹർ, KS സത്യാനന്ദ്, സുരേഷ് ശങ്കർ എന്നിവരാണ് പരുത്തുള്ളി രവീന്ദ്രന്റെ ഭവനത്തിലെത്തി തുക കൈമാറിയത്.
പരത്തുള്ളിയുടെ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സുരേഷ് ശങ്കർ ആലപിച്ച ശേഷമാണ് മാക് കൂട്ടായ്മ ഭാരവാഹികൾ നാട്ടിലേക്ക് മടങ്ങിയത്. കുന്നംകുളം ലയൺസ് ക്ലബ്ബും മണപ്പുറം ഫൗണ്ടേഷനും ചേർന്ന് കിഴൂർ സ്വദേശി ബിനുവിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു വാഹനാപകടത്തെ തുടർന്ന് ശരീരം തളർന്ന് വീൽചെയറിലായതോടെ സുമനസുകളുടെ സഹായത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബിനു തീർത്തും ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. 4.5 സെന്റ് സ്ഥലത്ത് തറ നിർമ്മാണം കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ബിനുവിനെ ഭവന നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നില്ല. വിവരമറിഞ്ഞ കുന്നംകുളം ലയൺസ് ക്ലബ്ബ് ഹോം ഫോർ ഹോംലെസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു. ഇതിനായി ലയൺസ് ക്ലബ്ബ് സമാഹരിച്ച 7 ലക്ഷം രൂപയും 5 ലക്ഷം രൂപ മണപ്പുറം ഫൗണ്ടേഷന്റെ CSR ഫണ്ടും ഉപയോഗിച്ച് 880 ചതുരശ്രയടിയിൽ 3 കിടപ്പുമുറികളോടുകൂടിയ വീട് നിർമ്മാണം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. നന്നായി ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരൻ കൂടിയായ ബിനുവിന് എല്ലാ മുറികളിലേക്കും വീൽചെയറിൽ സഞ്ചരിക്കാവുന്ന വിധത്തിലാണ് വീട് രൂപപ്പെടുത്തിയത്. കിഴൂർ കാർത്തിക നഗറിൽ ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ ലയൺസ് പ്രസ്ഥാനത്തിന്റെ മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ താക്കോൽദാനം നിർവഹിക്കും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ലയൺസ് മണപ്പുറം ഫൗണ്ടേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ജോസഫ് ജോൺസി, ഗിൽബർട്ട് S പാറമേൽ, സുജിക്സ് അലക്സ് K, MS ജഗദീഷ്, KI ശ്യാമു എന്നിവർ പങ്കെടുത്തു. കൂനമുച്ചി സത്സംഗിന്റെ രോഗി ബന്ധു പുരസ്കാരം കണ്ടാണശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്തയ്ക്ക് സമ്മാനിച്ചു. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജുവാണ് ഡോക്ടർക്ക് ഉപഹാരം സമ്മാനിച്ചത്. ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ചേർന്ന് ഡോക്ടറെ പൊന്നാടയണിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, TS ശരത്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ജോയ്സി, സത്സംഗ് ട്രഷറർ PJ ബിജോയ് എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉയർച്ചയ്ക്ക് ഡോക്ടർ ചിന്ത വഹിച്ച പങ്കും രോഗികളോടുള്ള ഡോക്ടറുടെ സമീപനവും കണക്കിലെടുത്താണ് രോഗി ബന്ധു പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതെന്ന് സത്സംഗ് കോർഡിനേറ്റർ ജോമി ജോൺസൺ അറിയിച്ചു. ഡോക്ടർ KP ചിന്ത മറുപടി പ്രസംഗം നടത്തി. പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനും കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി നിയമിതനായ K രാഗേഷിനെ ആദരവും സംഘടിപ്പിച്ചു. സംഘടന സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വിട പറയാം ലഹരിയോട് കാത്തുസൂക്ഷിക്കാം നമ്മെ തന്നെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് SI ആയി നിയമിതനായ K രാഗേഷിനെ പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ASI MA ജിജി മുഖ്യാതിഥിയായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് കടവല്ലൂർ പദ്ധതിയുടെ ബ്രോഷർ കൈമാറി. വാർഡ് മെമ്പർ KV ഷൈബു, സംഘടനാ പഞ്ചായത്ത് കോർഡിനേറ്റർ റോബിൻ റാഫേൽ, അധ്യാപകരായ KR ശാരിക, രാഗിണി, ജീന ബെന്നി, MPTA പ്രസിഡന്റ് ശരണ്യ ഹരിദാസ്, PTA എക്സിക്യൂട്ടീവ് അംഗം VA അഖിൽ എന്നിവർ സംസാരിച്ചു. ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് മെഡലും വൃക്ഷത്തൈകളും സ്കൂളിന് വൃക്ഷത്തൈയും വിതരണം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഗീതാപാരായണ സത്സംഘ സമിതിയുടെ നേതൃത്വത്തിൽ 1000 പേർ പങ്കെടുക്കുന്ന ഗീതാമൃതം ഗീതാപാരായണം 19 നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7 ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും. മൂകാംബികാടികൾ രാമസ്വാമി ആചാര്യൻ, PV രാമരാജൻ, പ്രഭാഷകൻ വ്യാസൻ മണ്ണാർക്കാട് എന്നിവർ പാരായണത്തിന്റെ ഇടവേളകളിൽ ലഘുപ്രഭാഷണങ്ങൾ നടത്തും. ഉച്ചയ്ക്ക് 12:30 സമാപിക്കും. സമിതിയുടെ 13ാമത്തെ പാരായണമാണ് ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്നത്. R നാരായണൻ, ഗുരുവായൂർ കണ്ണൻ സ്വാമി, വിനോദ് കുറുപ്പത്ത്, ബാബുരാജ് കേച്ചേരി, വേണുഗോപാൽ പട്ടത്താക്കിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ കാപ്പിംഗ് സെറിമണി നടത്തി. പ്രധാന അധ്യാപിക KS ജെൻസി കേഡറ്റുകളെ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചു. യൂണിറ്റ് ലീഡർ MB കാർത്തിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 50 കേഡറ്റുകളാണ് പുതുതായി ജൂനിയർ റെഡ് ക്രോസിൽ അംഗങ്ങളായത്. യൂണിറ്റ് കൌൺസിലർമാരായ അമ്പിളി പീറ്റർ, PJ ജിൻസി, ജിംഷ ഇട്ടൂപ്പ്, ജിജി തമ്പി എന്നിവർ സംസാരിച്ചു. സീനിയർ കേഡറ്റുകളായ നിവേദ്യ കൃഷ്ണ, ഏഞ്ചൽ റോസ്, KP അമേയ, ജിനോസി ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തോടെ ആഘോഷ പരിപാടികൾ തുടങ്ങും. തുടർന്ന് വാഗച്ചാർത്ത്, വിശേഷാൽ പൂജകൾ, നടക്കൽപ്പറ, പൂത്താലം വരവ് എന്നിവയുണ്ടാകും. ഉച്ചയ്ക്ക് 3:30 ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി 7 മണിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 17 ഗജവീരന്മാർ അണിനിരക്കും. കോട്ടപ്പടി സന്തോഷ് മാരാരുടെ പ്രമാണിത്വത്തിൽ മേളം അകമ്പടിയാകും. താഴത്തേക്കാവിൽ വേല, കരിങ്കാളി, പൂതൻതിറ എന്നീ വേഷങ്ങളുടെ വരവുണ്ടാകും. രാത്രി 9 വെടിക്കെട്ടും വടക്കേ നടക്കൽ 18ാം കർമ്മം എന്ന വിശേഷാൽ പൂജയും ഉണ്ടാകും. തിങ്കളാഴ്ച പുലർച്ചെ 3 മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നും താലത്തോടുകൂടിയ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തും. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പും വടക്കേ നടക്കലിൽ പൊങ്ങലടിയും ഉണ്ടാകും. ഗുരുതി തർപ്പണത്തോടുകൂടി ഉത്സവം സമാപിക്കും. ഭാരവാഹികളായ KK സുഗുണൻ, E വേണുഗോപാൽ, KS ശ്രീകൃഷ്ണൻ, MS വേണുഗോപാൽ, KC വേണുഗോപാൽ, K സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി 15 ശ്രീ ഗുരുശക്തി പൂരാഘോഷ കമ്മിറ്റിയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നന്ദഗോവിന്ദം ഭജൻസിന്റെ നാമസങ്കീർത്തന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വൈകിട്ട് 7:30 ക്ഷേത്രാങ്കണത്തിലാണ് ഭക്തിഗാനം അരങ്ങേറുക. സംഘാടകരായ പ്രസിഡന്റ് ഷിജു, രക്ഷാധികാരി ഡോക്ടർ മധുസൂദനൻ, സെക്രട്ടറി സനൽ, ഗജാഞ്ചെ ഉണ്ണികൃഷ്ണൻ, കൺവീനർ ജയൻ എന്നിവർ നേതൃത്വം നൽകും. പ്രവേശനം സൗജന്യ പാസ് മൂലമാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പ്രത്യേക സ്ഥല സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. പേരകം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വിശേഷാൽ പൂജകൾ ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, നാഗപൂജ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് പൂരം എഴുന്നള്ളിക്കും. പറവെപ്പും നടക്കും. അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KC സുനിൽ, സെക്രട്ടറി MV പ്രഭകുമാർ, ട്രഷറർ മഹേന്ദ്രൻ, രക്ഷാധികാരി TS പത്മനാഭൻ എന്നിവർ അറിയിച്ചു. ബോധിധർമ്മ അക്കാദമിയുടെ ശാഖയായ റൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർഷ്യൽ ആർട്സ് 10ാം വാർഷികാഘോഷം തമ്മനത്ത് സംഘടിപ്പിച്ചു. MLA TJ വിനോദ് മുഖ്യാതിഥിയായി. ജപ്പാൻ ട്രഡീഷണൽ കരാട്ടെ അസോസിയേഷൻ നൽകുന്ന ഹാൻഷി ബഹുമതി ലഭിച്ച ആദ്യ ഇന്ത്യൻ എന്ന ബഹുമതിക്ക് അർഹനായ ബോധിധർമ്മ അക്കാദമിയുടെ ചീഫ് ഇൻസ്ട്രക്ടറും ഡയറക്ടറുമായ ഹാൻഷി മനോജ് KSനെ ചടങ്ങിൽ ആദരിച്ചു. മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ UAE, മിസ്റ്റർ കേരള, മിസ്റ്റർ സൗത്ത് എന്നീ ബഹുമതികൾ നേടിയ വിപിൻ ചാക്കോ വിശിഷ്ടാതിഥിയായി. തുടർന്ന് ഹാൻഷി മനോജ് KS നയിച്ച കരാട്ടെ വർക്ക്ഷോപ്പും നടന്നു. സെൻസായ് സുരാജ്, മുഹമ്മദ് താഹ, കലാം സുലൈമാൻ, സെൻസായ് ഷഹീൻ എന്നിവർ അടങ്ങിയ അതിഥികളും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം വേലൂർ കുറുമാൽ കുറ്റിക്കാട്ട് പരേതനായ ജോർജ് മകൻ തോമസ് നിര്യാതനായി. 38 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കുറുമാൽ സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. കൊച്ചുറാണി മാതാവും ജോസഫ്, പവൽ എന്നിവർ സഹോദരങ്ങളുമാണ്. കാട്ടുകാമ്പാൽ കണ്ടമ്പുള്ളി കേശവൻ മകൻ രാജൻ നിര്യാതനായി. 50 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടത്തും. സതിയാണ് ഭാര്യ, ആദിത്യൻ മകനാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പുതുയുഗയാത്രയിലെ അമിതാവേശത്തിനെതിരെ വിമർശനവുമായി K മുരളീധരൻ. തെരഞ്ഞെടുപ്പിനുള്ള ആവേശമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ച തരത്തിലുള്ള ദോഷകരമായ അമിതാവേശമാണ് പുതുയുഗയാത്രയിൽ പ്രകടിപ്പിക്കുന്നതെന്നും സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും K മുരളീധരൻ. പുന്നേർകുളത്ത് K കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ 2ാമത് സ്മാരക പുരസ്കാരം തേറമ്പിൽ രാമകൃഷ്ണന് സമ്മാനിച്ചു.
കുന്നംകുളം നഗരസഭയിൽ കോൺഗ്രസിനുള്ളിലെ തർക്കം വഴിത്തിരിവിൽ. ഒരു വിഭാഗം കൌൺസിലർമാർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി DCC നേതൃത്വം. തലപ്പിള്ളി താലൂക്കിലെ മുണ്ടകൻ പാടങ്ങളിൽ മികച്ച വിളവ് ലഭിച്ചെങ്കിലും കർഷകർ ആശങ്കയിൽ. ഏക്കറിന് 2 ടൺ നെല്ല് സംഭരിക്കാനേ കഴിയൂ എന്ന് കൃഷി വകുപ്പും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും തീരുമാനിച്ചതാണ് കർഷകർക്ക് പ്രതിസന്ധിയായത്. പുസ്തക സമാഹരണത്തോടെ പുന്നേർകുളം ഗ്രാമപഞ്ചായത്തിൽ അക്ഷരോന്നതി പദ്ധതിക്ക് തുടക്കം. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.